ചെറുപ്പം മുതലേ ഓരോരുത്തർ കാണുന്നുണ്ട് എന്ത് ദൈവങ്ങളാണ് ഇവര് വലിയ ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വലിയ ആൾക്കാർ തന്നെ ഇങ്ങനെ തെറികൾ വിളിക്കുമ്പോ എന്താ പറയാ, കുട്ടികൾ പഠിക്കണതല്ലേ? അതാ ഞാൻ ചോദിച്ചത്. കുട്ടികൾ പഠിക്കാനല്ല, കുട്ടികൾ നിങ്ങളെ ദൈവത്തിനെ കണ്ടല്ലേ കുട്ടികളൊക്കെ പഠിക്കണത്. ദൈവത്തിന്റെ കാര്യങ്ങളാണല്ലോ കുട്ടികൾ എന്തിനാ ദൈവത്തെ കണ്ടുപിടിക്കുന്നത്? കുട്ടികൾ പിന്നെന്താ കാര്യം നോക്കേണ്ടത്? എല്ലാ കുട്ടികളും മാതാപിതാക്കളും ദൈവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറയണത് അല്ലേ? ഈ ദൈവങ്ങൾ എന്തിനാണ് തെറി വിളിക്കുന്നത് ഞാൻ ചോദിച്ചത്. ദൈവങ്ങൾ എന്തിനാ തെറി വിളിക്കുന്നത്? ദേവിയാണ്. ഈ ദേവി എന്തിനു തെറി വിളിക്കുന്നത് ഞാൻ ചോദിക്കണം. എന്റെ പൊന്നു കുഞ്ഞെ, അതിന്റെ ആവശ്യം എന്താ? അതിന്റെ ആവശ്യമില്ലല്ലോ മോനെ. എന്നെ ദൈവങ്ങളല്ലല്ലോ. എന്റെ പേര് നാഗ സൈരന്ദ്രി ദേവി. ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? ഒരു മനുഷ്യ ദൈവം എന്നുള്ളൊരു സംഭവമാണല്ലോ അല്ലേ? അത് മോൻ സൃഷ്ടിച്ചതാണ്. എന്റെ പേരാണ് കുട്ടി ദേവി. ഞാൻ ആദ്യം ചേച്ചിന്ന് വിളിച്ചു, എന്നിട്ടാണ് ഞാൻ ദേവി ആണോ എന്ന് ചോദിച്ചത്. ദേവിയാണെന്ന് പറഞ്ഞു. ദേവി ഉണ്ടോന്ന് ചോദിച്ചപ്പോ അതെ ദേവി, ഞാൻ ദേവിയാണ്. അതെ ഞാൻ ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഭാഷകൾ എല്ലാം ഒരുപോലെയാണ് കുട്ടി. എല്ലാവർക്കും അതുപോലെ ആവില്ല. മോനാവില്ല, വേണ്ട, എനിക്കാവില്ല. എല്ലാവർക്കും ഒരുപോലെയാണോ? നിങ്ങളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണോ ഇത് സംഭവം? അല്ല, ആ കുട്ടി പറയട്ടെ. ഞാൻ എന്റെ കാര്യം പറയണേ. വളരെ രസകരമാ, നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് വന്ന് എടുത്തേരെ. എന്റെ പൊന്നു കുഞ്ഞ്, ഗുരു ദിവ്യ നാഗ സൈരന്ദ്രി ദേവി. ഓക്കെ, മോനെ മനസ്സിലാവുന്നുണ്ടോ? ആ, കാര്യം പറയണം അല്ലേ? സംശയം. ഓം നമ ശിവായ. 755785593 ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം എന്തെങ്കിലും ചെയ്യും. മോനെന്തിന് പൈസ? അല്ല, ഇന്ന് വളരെ രസകരം. മോൻ എന്തിനാണ് കാശ്? അല്ല, ആത്മീയ ജീവിതം നയിക്കുന്നവര് പൈസ ഉണ്ടാക്കുന്നില്ല എന്നാണ് പൊതുവെ പറയുന്നത്. അല്ല, വളരെ രസകരമാ, നന്നായിട്ടുണ്ട്. നമുക്ക് ഇത് പുറത്തിറങ്ങിയിട്ട് കൂടുതൽ ചർച്ചകൾക്ക് പോവാം. ആത്മീയ ജീവിതം സമയമായി. ദേവിയെങ്കിൽ ദേവി അപ്പൊ ഒരു കാര്യം ചെയ്യും മോനെ, തിയേറ്ററിന് പുറത്തു പോയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള. അല്ല, ലാസ്റ്റ് ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട്, എന്റെ കുഞ്ഞ് മോന്, എനിക്ക് വേണ്ടുന്ന അടിവസ്ത്രവും വസ്ത്രമൊക്കെ മോനൊന്ന് വീട്ടിലോട്ടൊന്ന് കൊടുത്തു വിടണേ. പല പഞ്ചസാരയും അരിയും ഉപ്പും മുളകും ഒക്കെ. എനിക്ക് അതൊക്കെ വാങ്ങിക്കണ്ടേ കുട്ടി? മോൻ ദൈവത്തിന്റെ കാര്യം പറയുന്നേ, ഞാൻ ഗുരു നാഗദിവ്യ സൈരന്ദ്രി ദേവിയുടെ കാര്യം പറയുന്നേ. മോൻ ദൈവത്തോട് ചോദിക്കൂ മോന്റെ ചോദ്യങ്ങള്. ഞാൻ എന്റെ വസ്ത്രങ്ങൾ, മോൻ ചോദിക്കുന്ന ചോദ്യം ദൈവത്തിനോടാ. അതെ, പണിയെടുത്ത് അപ്പോൾ ഇത് പണിയാണ് മോനെ. ഇതെന്റെ തൊഴിലാണ്, എന്റെ തൊഴിലാണ് കുട്ടി. ഇത് അല്ല, ഇതെന്റെ തൊഴിലാണ്. മോൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ മോനും ചെയ്യുന്നത്. അല്ല, ഇത് നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള ഒരു കണ്ടന്റ് ക്രിയേഷനും അതിന്റെ അത്രേ ഉള്ളൂ. അതിനങ്ങനെ കണ്ടാൽ മതി. അയാൾ അങ്ങനെ പ്രൊവോക്ക് ചെയ്യേണ്ട കാര്യം ഒന്നുമില്ലല്ലോ. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇവരിങ്ങനെ ക്രിയേറ്റ് എന്താണ് മൊബൈൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ വയറ്റിപ്പഴപ്പ്, എല്ലാവരുടെയും വയറ്റിപ്പഴപ്പ്. അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. സിനിമയെ പറ്റി നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. വെളിയിൽ വന്ന് സംസാരിക്കാം. ഇത് ഷോയുടെ ടൈമൊക്കെ കഴിഞ്ഞു. നമുക്ക്